പ്ലസ് ബി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഔട്ട്സ്റ്റാൻഡിംഗ് റിപ്പോർട്ട് എങ്ങനെ എടുക്കാമെന്ന് കുറിച്ച് നോക്കാം. അതിനുവേണ്ടി F4 എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ഇതിലേക്ക് ഏജിംഗ് വൈസ് റിപ്പോർട്ട് വരുന്നുണ്ട്, ഡെബിറ്റേഴ്സ് ലിസ്റ്റ് റിപ്പോർട്ട് വരുന്നുണ്ട്, ക്രെഡിറ്റേഴ്സ് ലിസ്റ്റ് റിപ്പോർട്ട് വരുന്നുണ്ട്. ഡെബിറ്റേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ, ക്രെഡിറ്റേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സപ്ലയർ എന്നിവയാണ്. നമുക്ക് ഏജിംഗ് വൈസ് റിപ്പോർട്ടിലേക്ക് നോക്കാം. ഏജിംഗ് വൈസ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നതിൽ ഫസ്റ്റ് നമ്മൾ എല്ലാ റിപ്പോർട്ടിലും കൊടുക്കുന്ന മാതിരി ഡേറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. പിന്നെ നമ്മുടെ സീരീസ് വൈസ് A ആണോ B ആണോ സീരീസ് വൈസ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ നമ്മൾ അടിച്ചിരിക്കുന്ന ബില്ലിൻ്റെ അകത്തുള്ള സീരീസുകൾ അതിവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. Aയിൽ അടിച്ച് Bയിൽ അടിച്ച് ഔട്ട്സ്റ്റാൻഡിംഗ് റിപ്പോർട്ടുകൾ സെപ്പറേറ്റ് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ സെയിൽസ്മാൻ നിങ്ങളിവിടെ കൊടുത്തിരിക്കുന്ന ബില്ലിൽ കൊടുത്തിരിക്കുന്ന, അതായത് നിങ്ങൾ അക്കൗണ്ട് മാസ്റ്ററിൻ്റെ അകത്ത് നിർബന്ധിതമായിട്ടും ഈ സെയിൽസ്മാനെ നിങ്ങൾ കസ്റ്റമർക്ക് കാണിച്ചു കൊടുത്താൽ മാത്രമേ സെയിൽസ്മാൻ വൈസ് റിപ്പോർട്ട് നിങ്ങൾക്ക് കാണിക്കുകയുള്ളൂ. അത് ഞാൻ എങ്ങനെ കൊടുക്കാമെന്നുള്ളത് നമ്മൾ അക്കൗണ്ട് മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയിൽ സെയിൽസ്മാനും ഏരിയയും അക്കൗണ്ട് മാസ്റ്റർ ക്രിയേഷൻ്റെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. നിങ്ങൾ ബില്ലിൽ കൊടുത്തിരിക്കുന്ന റെഫറൻസ് നിങ്ങൾക്ക് ബില്ലിൻ്റെ അകത്ത് റെഫറൻസ് കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് കസ്റ്റമറെ മാത്രം ഡീറ്റെയിൽ ഇവിടെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് കസ്റ്റമർ പേര് അടിച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ഓരോ ബില്ലുകൾ എത്ര ദിവസമായിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ അറിയാൻ പറ്റും. പിന്നെ നമുക്കിവിടെ വരുന്നത് ക്രെഡിറ്റേഴ്സ് ആണ്. കസ്റ്റമർ ആണോ സപ്ലയർ ആണോ എന്നുള്ള ഓപ്ഷനാണ് വരുന്നത്. ഡെബിറ്റേഴ്സിൻ്റെ എടുക്കുകയാണ്. പിന്നെ ഷോ ഡേയ്സ് വൈസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഡേയ്സ് വൈസ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കാണിക്കുകയുള്ളൂ. ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഈ സെപ്പറേറ്റ് ആയിട്ട് 15 ദിവസം 30 ദിവസം 50 ദിവസം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ടിക്ക് കൊടുത്തതിന് ശേഷം വരുള്ളൂ. നിങ്ങൾ നോർമലായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും റിപ്പോർട്ട് വരിക. ഷോ ഡേറ്റ് വൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിവിടെ കൊടുക്കുന്ന ഡേറ്റുകൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ റിപ്പോർട്ടുകൾ ചേഞ്ച് ആവുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് സമ്മറൈസ് റിപ്പോർട്ട് എടുക്കാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ബില്ലുകൾ കാണിക്കില്ല, അവരെ ടോട്ടൽ എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ സമ്മറൈസ് ചെയ്ത് കാണിക്കും. അതുപോലെ തന്നെ ഇവിടെ ഷോ സെയിൽസ് ഐറ്റം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിൽസിൽ ഏതൊക്കെ ഐറ്റംസ് നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഹെഡും ബാലൻസും, ഹെഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കസ്റ്റമറെ കോഡാണ് ഉദ്ദേശിക്കുന്നത്. ബാലൻസ് എന്ന് പറഞ്ഞാൽ അവർ ബാലൻസ് വൈസ് ആണ് നിങ്ങൾക്ക് ഇവിടെ റിപ്പോർട്ട് വരിക. അപ്പോൾ നിങ്ങളവിടെ കസ്റ്റമർ ഹെഡിന് പ്രസക്തി ഉണ്ടാവുകയില്ല, നിങ്ങൾ അവരുടെ ബാലൻസിനാണ് പ്രാധാന്യം കൊടുക്കുക. നിങ്ങൾ ഹെഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹെഡ് നിങ്ങൾ ഏതൊക്കെയാണോ കസ്റ്റമർ പേര്, അവർ ഏതൊക്കെ സെയിൽ നടത്തിയിട്ടുണ്ട് ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. ഓക്കെ, ഇത് എങ്ങനെ റിപ്പോർട്ട് വരുന്നത് വെച്ചാൽ നമ്മൾ ഈ ഫസ്റ്റ് അടിച്ചിരിക്കുന്ന A153 എന്ന് പറയുന്ന ബില്ല് 6/5-നാണ്. നമ്മൾ ഇന്നത്തെ ഡേറ്റ് വരെയുള്ള ഡേറ്റുകൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ 52 ദിവസം എന്ന് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ രണ്ടാമത് അടിച്ചിരിക്കുന്ന ബില്ല് നോക്കാം 21/5-നാണ്. ഇന്നത്തെ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 37 ദിവസം. നിങ്ങളുടെ ഡേറ്റ് വൈസ് നിങ്ങൾ ബില്ല് അടിച്ചിരിക്കുന്ന ഡേറ്റും ഇന്നത്തെ ഡേറ്റും കൂടെയുള്ള ആ ഒരു വേരിയേഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് ഡെബിറ്റേഴ്സ് ലിസ്റ്റും ക്രെഡിറ്റേഴ്സ് ലിസ്റ്റും എങ്ങനെ ഔട്ട്സ്റ്റാൻഡിംഗ് റിപ്പോർട്ട് എടുക്കാൻ നോക്കാം. കസ്റ്റമേഴ്സിൻ്റെയും സപ്ലയറിൻ്റെയും ഔട്ട്സ്റ്റാൻഡിംഗ് റിപ്പോർട്ട് എങ്ങനെ എടുക്കാൻ നോക്കാം. ഡെബിറ്റേഴ്സ് ലിസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ, അത് കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക, ഡെബിറ്റേഴ്സ് ലിസ്റ്റ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ കാണാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫിനാൻഷ്യൽ പീരീഡ്, ഏതാണ് ഫിനാൻഷ്യൽ പീരീഡാണ് നോർമലായിട്ട് കാണിക്കുക. ഇനി മന്ത് വെച്ച് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ടുഡേ മന്ത്, പ്രീവിയസ് മന്ത്, ഫിനാൻഷ്യൽ പീരീഡ്, ലാസ്റ്റ് ട്രാൻസാക്ഷൻ, ഇയർ. അപ്പോൾ നമ്മളെല്ലാ റിപ്പോർട്ടിലും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ഡേറ്റുകൾ നിങ്ങൾക്ക് മാനുവലായിട്ട് സെർച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം അവരുടെ പേര്, പിന്നെ ബാലൻസ് ഡെബിറ്റ്, ബാലൻസ് ക്രെഡിറ്റ് എന്ന 2 ഓപ്ഷൻസ് കാണാം. അപ്പോൾ നമുക്ക് കിട്ടാനാണെങ്കിൽ ഡെബിറ്റ് സൈഡിലും, നമ്മൾ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിലായിട്ട് കാണുന്നതാണ്. നമ്മൾ എന്ത് കസ്റ്റമേഴ്സ് അഡ്വാൻസ് അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സപ്ലയർ ഡീറ്റെയിൽ എടുക്കുമ്പോഴും നിങ്ങൾക്ക് കാണാം ഡെബിറ്റും ക്രെഡിറ്റുമായിട്ട് നമുക്ക് ക്രെഡിറ്റേഴ്സ് ലിസ്റ്റ് എടുക്കുമ്പോൾ കാണിച്ചു തരാവുന്നതാണ്. നമുക്കിവിടെ ഈ പാർട്ടീനെയാണ് എടുക്കുന്നതെങ്കിൽ ഈ പാർട്ടീനെ സെലക്ട് ചെയ്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഒരു ലെഡ്ജറിലേക്ക് പോകും. ആ ലെഡ്ജറിൻ്റെ അകത്ത് അവർക്ക് എന്തൊക്കെ ഡീറ്റെയിലാണ് അടിച്ചിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽ എടുത്താലും നിങ്ങൾക്ക് ഇവിടെ കാണുന്നതാണ്. നിങ്ങൾക്കിവിടെ എന്തുകൊണ്ടാണ് അവർ ക്രെഡിറ്റിലേക്ക് വന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കിവിടെ ലെഡ്ജർ കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ക്രെഡിറ്റേഴ്സ് ലിസ്റ്റ് എടുത്താലും ക്രെഡിറ്റേഴ്സ് ലിസ്റ്റാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷൻസ് കാണാം. അതിൽ നിങ്ങൾക്ക് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഒരുപോലെ കാണിക്കുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് അവർ തരാനുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലിസ്റ്റിൽ കാണിക്കും, നിങ്ങൾ കൊടുക്കാനുള്ളതാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്ത എമൗണ്ടോ അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുത്ത എമൗണ്ടോ അധികമുണ്ടോ നിങ്ങൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അവിടെ ലെഡ്ജറിലേക്ക് പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇനി അത് പ്രിൻ്റ് എടുക്കണം അല്ലെങ്കിൽ എക്സലിലേക്ക് ആക്കണം, ഏത് റിപ്പോർട്ടാണെങ്കിൽ നമുക്കിവിടെ താഴെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ F2 Excel എന്ന ഓപ്ഷൻ അറിയുന്ന ഓപ്ഷൻ. ഈ F2 Excel ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി എല്ലാ വീഡിയോയിലും കാണിക്കുന്ന പോലെ തന്നെ നമ്മൾ D+P ഫയൽസ് എന്ന ഫോൾഡറിലേക്ക് അതാത് പേരുകൾ വെച്ചുകൊണ്ട് സേവ് ആയിരുന്നായിരിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് പ്രിൻ്റാണ് എടുക്കേണ്ടതെങ്കിൽ പ്രിൻ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്ഷൻ കാണിക്കും. അത് നിങ്ങൾക്ക് ഏത് പ്രിൻ്ററാണോ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് സെലക്ട് ചെയ്ത് പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും.